വെൽക്കം ടു മൈ ചാനൽ ദ ലേഡി പ്രോഫറ്റ്. ഇന്നത്തെ റീഡിംഗ് റിലേഷൻഷിപ്പിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങളൊരു സെപ്പറേഷൻ അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റ് ഇങ്ങനെയൊക്കെയുള്ളൊരു കണ്ടീഷനിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോകുന്നതെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്, പിന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ദൈവികമായിട്ടുള്ള ഇടപെടലുണ്ടോ, ദൈവികമായിട്ടുള്ള സംരക്ഷണം ഉണ്ടോ എന്നൊക്കെ റീഡ് ചെയ്യുന്നതാണ്. ഈ ഒരു റീഡിങ്ങിൽ നിങ്ങൾക്കുള്ള ഏഞ്ചലിക് മെസ്സേജും റീഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽ വാലിഡ് ആയിരിക്കും. കാണിച്ചു നോക്കാം. ഏഞ്ചൽസിന് നിങ്ങളോട് എന്താണ് പറയാനുള്ളത് നോക്കാം. ഇവിടെ ഫസ്റ്റ് ഞാൻ ഏഞ്ചൽസിൻ്റെ കാർഡാണ്, ഫെയറീസ് എന്നുള്ള മെസ്സേജാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ 6 കാർഡ്സ് ഉണ്ട് ടോട്ടൽ. അതിൽ ഫസ്റ്റ് വന്നിരിക്കുന്നത് വിസ്ഡം. എനിക്ക് ഈ ഓവറോൾ ഒരു എനർജി കാണുമ്പോൾ മനസ്സിലാവുന്നത് നിങ്ങൾ കൂടുതലും നേച്ചറിൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, പ്രകൃതിയോട് കൂടുതൽ ഇണങ്ങി ജീവിക്കുന്ന ആൾക്കാരായിരിക്കാം, അതല്ലെങ്കിൽ പ്രകൃതിയോട് ഇഷ്ടം കൂടുതലായിരിക്കാം. ഒരു ഫെമിനൈൻ എനർജിയൊക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഒരു ഗ്രൗണ്ടിങ് ചെയ്യുന്ന ആൾക്കാരെയും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഗാർഡനിങ് ചെയ്യുന്ന ആൾക്കാർ, പിന്നെ പ്രകൃതിയിൽ ഇതൊക്കെ ഈ പ്രകൃതിയായിട്ട് വല്ലാത്തൊരു കണക്ഷൻ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. എല്ലാവർക്കും ആ ഒരു കണക്ഷൻ ഉണ്ടാവും, പക്ഷേ ആരും അങ്ങനെ അധികം ഈ ഇന്നത്തെ കാലത്ത് ആരും അധികം ടൈമൊന്നും സ്പെൻഡ് ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങൾ എന്ന് പറയുന്നത് പ്രകൃതിയിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത്. പിന്നെ അഗ്രികൾച്ചറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആൾക്കാരെയും കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ എത്ര ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു ടൈം ആണെങ്കിൽ പോലും ഒരു നേച്ചറിൽ നിങ്ങൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളിൽ നിന്ന് മാറി നിങ്ങളിൽ ഒരു പോസിറ്റീവ് എനർജി നിറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് അത്ര വരെ ഉണ്ടായ ആ ഒരു കാര്യങ്ങളൊക്കെ, ആ ഒരു സഫറിങ്സും വിഷമവും അതൊക്കെ മാറി അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഒരു റിലീഫ് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് കാണാൻ പറ്റും. അത്രയും അടുപ്പം നിങ്ങളുടെ സോളിന് ഈ ഒരു നേച്ചറായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ ഒരു ഓവറോൾ എനർജി കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങളുടെ കണക്ഷൻ ഒരു സോൾ കണക്ഷൻ ആയിട്ടാണ്. അതായത് ഒരു ടിൻ ഫ്ലെയിം സോൾമേറ്റ് കണക്ഷൻ ആയിട്ടാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ കാർഡ് വന്നിട്ടില്ലെങ്കിലും എനിക്കിവിടെ ഒരു സോൾ കണക്ഷൻ കാണാൻ പറ്റുന്നുണ്ട്. ഒരു ടിൻ ഫ്ലെയിം സോൾമേറ്റ് കണക്ഷനാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ കാർഡ്സ് അങ്ങനെ വന്നില്ലെങ്കിലും ഡെക്സിലത് കാണാൻ പറ്റും. നമുക്ക് നോക്കാം, ഡെക്സ് എടുക്കുമ്പോൾ നോക്കാം. ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് വിസ്ഡമാണ്. അതായത് നിങ്ങൾ ഏതൊരു റിലേഷൻഷിപ്പിലും നിങ്ങൾ കാണുന്നത് കുറേ നോളജ് വെച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കാം നിങ്ങൾ നോക്കുന്നത്. അതായത് സൊസൈറ്റി രൂപീകരിച്ച് വെച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ലോസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ വെച്ചാണ് നിങ്ങൾ ഓരോ റിലേഷൻഷിപ്പിനെയും കാണുന്നത്. അതായത് ഒരു റിലേഷൻഷിപ്പിൽ എത്തിയാൽ എനിക്ക് ഇന്നതൊക്കെ ആ ഒരു വ്യക്തിയിൽ നിന്ന് കിട്ടണം, പാർട്ട്ണറുടെ അടുത്ത് നിന്ന് കിട്ടണം, അതൊക്കെ സൊസൈറ്റി രൂപീകരിച്ച് വെച്ച കാര്യങ്ങളാണ്. ആ ഒരു കാര്യമാണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഒരു വിസ്ഡം ഉണ്ട്. അതായത് സൊസൈറ്റിയിൽ നിന്ന്, അതായത് റിട്ടൺ നോളജ് അല്ലാത്ത ഒരു വിസ്ഡം ഉണ്ട് നിങ്ങളുടെ ഉള്ളിൽ. നിങ്ങളിപ്പം കൊണ്ടുപോകുന്നത് റിട്ടൺ നോളജാണ്. ആ ഒരു റിട്ടൺ നോളജ് അല്ല നമുക്ക് വേണ്ടത്. നമ്മുടെ ഉള്ളിലൊരു വിസ്ഡം ഉണ്ട്. ആ വിസ്ഡമായിട്ട് നമ്മൾ കണക്റ്റ് ആയാൽ നമുക്ക് ഒരു റിലേഷൻഷിപ്പിൽ എങ്ങനെ നിൽക്കണം, അതെങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള കാര്യം കറക്റ്റ് മനസ്സിലാകും. ആ ഒരു വിസ്ഡം നിങ്ങൾക്ക് കൂടുതലായിട്ടുണ്ട്. കാരണം നിങ്ങൾ ഏതോ ഒരു ജന്മത്തിൽ അങ്ങനെ ഒരു വിസ്ഡം, ആ ഒരു കണക്ഷൻ നിങ്ങൾക്ക് കിട്ടിയതാണ്. അതായത് റിട്ടൺ നോളജ് അല്ലാതെ ഒരു റിട്ടൺ നോളജ് മീൻസ് നമ്മൾ മനുഷ്യന്മാർ ഉണ്ടാക്കി വെച്ച ഒരു നോളജാണ്. ഗ്രന്ഥങ്ങളിലും ബുക്സുകളിലും ഒക്കെ ഒരുപാട് നോളജ് ഉണ്ടാവും, ഓരോ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടും പല കാര്യത്തെക്കുറിച്ചും ഉണ്ടാവും. ആ ഒരു കാര്യം വെച്ചാണ് നിങ്ങൾ വിലയിരുത്തുന്നത്. മറിച്ച് സ്പിരിറ്റ് നോളജ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്.
ആ ഒരു നോളജ് നിങ്ങൾക്ക് കഴിഞ്ഞ ജന്മത്തിലോ നിങ്ങളുടെ ഏതൊക്കെയോ ജന്മത്തിലോ നിങ്ങൾ അച്ചീവ് ചെയ്ത കാര്യമാണ്. ആ ഒരു ഡയമെൻഷൻ നിങ്ങൾ ടച്ച് ചെയ്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉള്ളിലോട്ട് സ്വയം നോക്കുമ്പോൾ, അതായത് പുറത്തുള്ള കാര്യങ്ങൾ മാറ്റി വെച്ച് നിങ്ങളുടെ ഉള്ളിലോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു വിസ്ഡം കിട്ടുന്നതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ എങ്ങനെ നിൽക്കണം എന്നുള്ള കാര്യത്തിനൊരു ക്ലാരിറ്റി കിട്ടും. നിങ്ങൾ ഇപ്പോഴനുഭവിക്കുന്ന ഒരുപാട് ചാലഞ്ചസ് ഉണ്ടാവാം. അതിനൊക്കെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു വിസ്ഡമായിട്ട് കണക്ഷൻ ആവുക എന്നുള്ളത്. അവിടെ കണക്റ്റ് ആവുക. അവിടെ കണക്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ പല കാര്യത്തിനുള്ള സൊല്യൂഷൻ അവിടെയാണ് ഉള്ളത്. അല്ലാതെ റിട്ടൺ നോളജിലല്ല. റിട്ടൺ നോളജിൻ്റെ ബേസിൽ ഒന്നും നോക്കിക്കാണാൻ പാടില്ല, വിലയിരുത്താൻ പാടില്ല. പിന്നെ നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നത് ട്രീ വിസ്ഡമാണ്. അപ്പോൾ അവിടെ ഒരു ട്രീ ഡ്രയാഡ് എന്ന് പറയുന്ന ഒരു ഏഞ്ചൽ ഉണ്ട്. അത് ഏഞ്ചൽ അല്ല, ഒരു സ്പിരിറ്റാണ്. അതൊരു ഗ്രീക്ക് മിത്തോളജിയിൽ വരുന്ന ഒരു കാര്യമാണ്. അവർ ഈ മരങ്ങളെയൊക്കെ ആരാധിക്കുന്നവരാണ്. അവരുടെ വിശ്വാസത്തിൽ എന്ന് പറയുന്നത് ഓരോ മരത്തിനും അതിൻ്റേതായ സോൾ ഉണ്ട് എന്നാണ്. അപ്പം ആ ഒരു സോളിനെയാണ് അവിടെ ആരാധിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു സോളിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം അതിലൂടെ വരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു വിഷമം വന്നാൽ ഒരു മരത്തിനെ പോയി ഹഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു എനർജി ആ ഒരു നെഗറ്റീവ് എനർജി മാറി നിങ്ങളിലേക്ക് ഒരു പോസിറ്റീവ് എനർജി നിറയും. എല്ലാ മരത്തിനും അതിൻ്റേതായ ജീവൻ ഉണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ മരം വെട്ടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, മരം വെട്ടുന്ന ആള് ആ ഒരു മരത്തിനോട് അനുവാദം ചോദിച്ചിട്ട് മാത്രമേ ആ മരം വെട്ടൂ. ആ ഒരു പെർമിഷൻ ആദ്യം എടുക്കും, എന്നിട്ട് മാത്രമാണ് ആ മരം വെട്ടുന്നത്. കാരണം അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതൊരു കോൺസെപ്റ്റ് അല്ല, അതൊരു റിയാലിറ്റിയാണ്. ആ ഓരോ മരത്തിനും ഓരോന്നിനും അതിൻ്റെതായ ജീവൻ ഉണ്ട് എന്നുള്ള കാര്യം, ആ ഒരു വൈബ്രേഷൻ ഉണ്ട്. ആ ഒരു സ്പിരിറ്റിനെ ഗ്രീക്ക് മിത്തോളജി പറയുന്നതാണ് ട്രീ ഡ്രയാഡ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു സ്പിരിറ്റിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ കാണാൻ പറ്റുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ഇവിടെ ആ ഒരു പ്രൊട്ടക്ഷനും ഉണ്ട്, ആ ഒരു സ്പിരിറ്റിൻ്റെ ബ്ലെസ്സിങ്സും ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ അത് ഭയങ്കര ഇഫക്റ്റീവായിട്ട് നടക്കുന്ന ഒരു കാര്യമായിരിക്കാം. ട്രീയെ ഹഗ് ചെയ്യുന്നത്, അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ച് വരുത്തുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ വാഴയൊക്കെ ഉണ്ടല്ലോ, അതിൽ കൂടുതലും വാട്ടർ കണ്ടന്റാണ് ഉണ്ടാവുക. നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും, വാട്ടർ എലമെൻ്റാണ് അതിൽ കൂടുതലും കാണാൻ പറ്റുന്നത്. അപ്പം നമുക്ക് ഇമോഷണലി നമ്മൾ ഡൗൺ ആയി നിൽക്കുന്ന ടൈം ഈ വാഴയുടെ അടുത്ത് പോവുക, അല്ലെ വാഴയെ ടച്ച് ചെയ്യുക, ഹഗ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും നമ്മൾ ചെയ്യുമ്പം നമ്മുടെ ഇമോഷൻസ് അത് അബ്സോർബ് ചെയ്യും. അപ്പം നമുക്ക് ആ ഒരു നമ്മുടെ നെഗറ്റീവ് ഇമോഷൻസ് ഒക്കെ മാറി നമുക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി കിട്ടും. ഇതാണ് ഇമോഷൻസ് നമ്മളിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ടുള്ള, അതായത് ഒരു നെഗറ്റീവ് ഇമോഷൻസ് നമുക്ക് കൂടുതൽ ഇമോഷൻ, അതായത് ഫുൾ മൂൺ ടൈം, ന്യൂ മൂൺ ടൈം ഒക്കെ നമുക്ക് ഇമോഷൻസ് ഹൈ ആയിരിക്കും. ഇതൊരു നോർമൽ ലെവലിൽ വരണമെങ്കിൽ ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതായത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, നമ്മുടെ ബോഡിയിലും കൂടുതലും വാട്ടർ എലമെൻറ്റിൻ്റെ കണ്ടൻ്റാണുള്ളത്. അതായത് 70% വാട്ടർ എലമെൻ്റാണ് നമ്മുടെ ബോഡിയിലുള്ളത്. അതായത് ഈ വാട്ടർ എലമെൻറ്റിലാണ് നമ്മുടെ എല്ലാ ഇമോഷൻസും സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ഇമോഷൻസ് സപ്രസ് ചെയ്ത് വെക്കുന്നുണ്ട്. നമുക്ക് പുറമേ കാണിക്കാത്ത, മറ്റുള്ളവരെ മുന്നിൽ കാണിക്കാത്ത, അതായത് നമ്മളെ ഉള്ളിൽ ഒരു ഇമോഷൻസ് വന്നാൽ നമ്മളത് മേ ബി പുറത്ത് കാണിക്കാൻ പറ്റാത്ത ഇമോഷൻ ആണെങ്കിൽ നമ്മളത് ഉള്ളിൽ തന്നെ സപ്രസ് ചെയ്ത് വെക്കും. അപ്പം നമ്മളിത് പുറത്ത് വിടാണ്ട് നിൽക്കുമ്പം ഇത് ഉള്ളിലൊരു സപ്രസ് ആയിട്ട് വരിക, അത് സപ്രസ് ചെയ്ത് വെക്കുക ചെയ്യുന്നത്. അപ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു സപ്രസ് ചെയ്ത് വെക്കുന്ന ഇമോഷൻ ഒരു ബോഡി മെമ്മറി ആയിട്ട് നമ്മുടെ വാട്ടർ എലമെൻറ്റിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇത് നമ്മൾ എത്രത്തോളം നമ്മൾ ജനിച്ചേരം മുതൽ, അതായത് നമ്മൾ ഓർമ്മ വെച്ച നാൾ മുതൽ, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു മാട്രിക്സിലെ നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന ആ ഒരു ടൈം മുതൽ നമ്മൾ ഒരുപാട് ഇമോഷൻസ് പബ്ലിക്കിനെ പേടിച്ച്, സൊസൈറ്റിയെ പേടിച്ച് നമ്മൾ ഒരു സപ്രസ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ബോഡി മെമ്മറി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ഈ ഒരു കാര്യം അതായത് വെള്ളത്തിലായതുകൊണ്ട് ഇത് കൂടിക്കൂടി വരുന്നതന്നെ, സപ്രസ് ചെയ്ത് വെക്കുന്ന ഇമോഷൻ കൂടിക്കൂടി വരുന്നതന്നെ ബ്ലോക്കായി മാറും. അതവിടെ ഫ്രീസ് ചെയ്യാൻ തുടങ്ങും, വെള്ളം ഫ്രീസ് ചെയ്യാൻ തുടങ്ങും. ഇതാണ് കഫമായിട്ട് മാറുന്നത്. ഈ കഫം പിന്നെയും കൂടിക്കൂടി വരുന്ന ടൈമാണ് നമുക്ക് ശ്വാസം മുട്ടലും, അതായത് ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവും, നമുക്ക് ദേഷ്യമൊക്കെ കൂടുമ്പം പെട്ടെന്ന് ശ്വാസം മുട്ടൽ വരും, പലർക്കും കാണാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്ക് ഓവറായിട്ട് സന്തോഷം വരുമ്പോൾ പെട്ടെന്നൊരു ശ്വാസം എടുക്കുന്നതിനും ഇതിനൊക്കെ ഒരു ഭയങ്കര ഒരു ശ്വാസം മുട്ടൽ പോലെ തോന്നും. അത് കൂടുതലും നമുക്ക് നെഗറ്റീവ് ഇമോഷൻസ് വരുമ്പോഴാണ് ഒരു ശ്വാസം മുട്ടൽ പോലെയായിട്ട് മാറുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമ്മളെ ഈ ഇമോഷൻസ് എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഈ ഒരു വാട്ടർ കണ്ടന്റിലാണ്. നമ്മൾ സപ്രസ് ചെയ്ത് വെക്കുന്ന ഇമോഷൻസ് ആണ് ഇതിന് കാരണം എന്ന് പറയുന്നത്.
അതുപോലെ തന്നെയാണ് ഈ വാഴയിലൊക്കെ. അതാ പറയുന്നത്, നമുക്കങ്ങനെ കൂടുതൽ ഇമോഷൻസ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ വാഴേൻ്റെ ഒരു ടച്ച് മതി നമുക്കത് മാറാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടാകാം, പക്ഷേ ഇതൊരു മെത്തേഡാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്തു നോക്കാം, അതല്ലെങ്കിൽ വിട്ടുകളയാം. ഇവിടെ എനിക്ക് അങ്ങനെ ഒരു മെസ്സേജ് കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഈ കാര്യം അവിടെ പറഞ്ഞത്. പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് മോഡറേഷനാണ്. അതായത് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തൊക്കെയോ സഫറിങ്സ് അനുഭവിക്കുന്നുണ്ട്, എന്തൊക്കെയോ വിഷമങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ ഫുഡൊന്നും മര്യാദയ്ക്ക് കഴിക്കുന്നില്ല എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ ഉണ്ട്. ഫുഡൊക്കെ സെൻസ് ചെയ്ത് തന്നെ കഴിക്കുക, എന്നാൽ മാത്രമേ ആ ഒരു ഡൈജഷൻ അവിടെ നടക്കൂ. നിങ്ങളുടെ ഹെൽത്തൊക്കെ പ്രോപ്പറായിട്ട്, അതായത് പ്രോപ്പറായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഹെൽത്തും ബോഡി തന്നെ ഡാമേജ് ആകും. ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ അതിൻ്റെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് തന്നിരുന്നു, വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അടുത്ത വന്നിരിക്കുന്നത് മാജിക്കൽ ബ്ലെസ്സിങ് ആണ്. അതായത് നിങ്ങളുടെ അടുത്തേക്ക് മാജിക്കലായ ഒരു ബ്ലെസ്സിങ്സ് വരുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്കത് മനസ്സിലാകാത്തതിന് കാരണം നിങ്ങളെ സെൻസ് ചെയ്യുന്നില്ല. നിങ്ങൾ സെൻസ് ചെയ്യുന്നത് മുഴുവൻ പുറത്തുള്ള കാര്യങ്ങളാണ്. ഒന്നുകിൽ നിങ്ങളെ പേഴ്സണി ആയിരിക്കാം, അതല്ലെങ്കിൽ പുറത്തുള്ള വേറെ ഏതെങ്കിലും കാര്യങ്ങളായിരിക്കാം, അതൊക്കെയാണ് നിങ്ങൾ സെൻസ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അതിലൂടെ നമ്മളിൽ വരുത്തുന്ന മാറ്റം എന്താണെന്നുള്ളതാണ് നമ്മൾ സെൻസ് ചെയ്യേണ്ടത്. ആ വ്യക്തിയെയോ ആ സാഹചര്യത്തെയോ അല്ല. ആ സാഹചര്യം ആ വ്യക്തിയും നമ്മളിൽ എന്താണോ മാറ്റം വരുത്തുന്നത് ആ മാറ്റത്തെയാണ് നമ്മൾ സെൻസ് ചെയ്യേണ്ടത്. അപ്പോഴാണ് നമുക്ക് നമ്മളിലേക്ക് വരുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് സെൻസ് ചെയ്ത് അത് നമ്മളിലേക്ക് കൊണ്ടുവരാൻ പറ്റൂ. അല്ലെങ്കിൽ അതവിടെ ബ്ലോക്കായിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് എന്ത് ബ്ലെസ്സിങ് വരുന്നുണ്ടെങ്കിലും അതവിടെ നിങ്ങൾ തന്നെ ഒരു ബ്ലോക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ് പ്യൂരിറ്റി എന്ന് പറയുന്ന കാർഡാണ്. ഇതിൽ ഹൃദയം ഓപ്പൺ ആക്കി വെക്കാനാണ് പറയുന്നത്. ഹാർട്ട് ചക്ര ബ്ലോക്ക് ആണെന്ന് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പലരുടെയും ഹാർട്ട് ചക്ര ബ്ലോക്ക് ആയതുകൊണ്ടാണ് റിലേഷൻഷിപ്പിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. ഇപ്പോൾ ഒരു സെപ്പറേഷൻ ടൈമൊക്കെ ആണെങ്കിൽ പലർക്കും ഇത് തന്നെയാണ് കാരണം, ആ ഒരു ഹാർട്ട് ചക്ര ബ്ലോക്ക് ആയതുകൊണ്ടാണ്. അപ്പോൾ അവിടെ ഞാൻ നേരത്തെ റീഡിങ്ങിൽ പറഞ്ഞു, നിങ്ങൾ റിട്ടൺ നോളജ് വെച്ചാണ് പല കാര്യങ്ങളെയും വിലയിരുത്തുന്നത്. അപ്പോൾ റിട്ടൺ നോളജ് എപ്പോഴും മൈൻഡ് വൈസ് ഉള്ള കാര്യമാണ്. അതായത് നമ്മളിതൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ മൈൻഡിലാണ് അത് റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. അപ്പം നമ്മൾ അത് വെച്ചിട്ടാണ് നമ്മൾ പല കാര്യത്തെയും വിലയിരുത്തുന്നത്, സൊസൈറ്റിയെ നമ്മൾ കാണുന്നത് ഒക്കെ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വിലയിരുത്തുന്നത്. അപ്പം നിങ്ങളോട് ഇവിടെ പറയുന്നത് നിങ്ങളുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആക്കേണ്ട കാര്യങ്ങൾ, എന്തെങ്കിലും പ്രാക്ടീസസ് നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ഹൃദയം പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് കേൾക്കുകയും ചെയ്യും. റൈറ്റ് ആയ ഒരു സൊല്യൂഷൻ അവിടെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഏതാണെങ്കിലും അതിനൊരു റൈറ്റ് സൊല്യൂഷൻ തരുന്നത് നിങ്ങളുടെ മൈൻഡല്ല, ഹേർട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. ആ ഒരു ഹേർട്ട് പറയുന്നത് എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ എല്ലാത്തിനെയും നിങ്ങളെ സെൻസ് ചെയ്യാൻ പഠിക്കുക. ആ ഒരു മെസ്സേജും കൂടി ഇവിടെ ഉണ്ട്. പിന്നെ വന്നിരിക്കുന്ന കാർഡ്, പിന്നെ ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ടുള്ളത് ബിലീവ് ഇൻ മാജിക് ആണ്. അതായത് നിങ്ങളുടെ കണ്ണ് തുറന്നൊന്ന് ചുറ്റും ഒന്ന് നോക്കുക. നിങ്ങളിപ്പം ചുറ്റിലും ഒന്നും കാണുന്നുണ്ടാവില്ല, നിങ്ങൾ എന്തിലെങ്കിലും സ്റ്റക്കായിട്ടാണ് ഉണ്ടാവുക. അതായത് ഒരു പേഴ്സണിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യത്തിലോ ഏതെങ്കിലും ഒന്നിൽ സ്റ്റക്കായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പം നിങ്ങളോട് ചുറ്റും ഒന്ന് നോക്കാനാണ് പറയുന്നത്. എന്നാലും മാത്രമേ നിങ്ങൾക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ കാണാൻ പറ്റൂ. അതായത് നിങ്ങളുടെ ചുറ്റും പലതും നടക്കുന്നുണ്ടാവാം, നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള പല കാര്യങ്ങളും പല ഓപ്ഷൻസും നിങ്ങൾക്ക് ഉണ്ടാവാം, പക്ഷെ നിങ്ങൾക്ക് അതൊന്നും കാണാൻ പറ്റുന്നില്ല. കാരണം നിങ്ങളുടെ കണ്ണ് മൂടിക്കെട്ടിയ ഒരവസ്ഥയാണ്. മീൻസ് നിങ്ങൾ എന്തോ ഒന്നിൽ സ്റ്റക്കാണ്. നിങ്ങൾ ആ ലൈറ്റ് കാണുന്നില്ല, നിങ്ങളിലേക്ക് ഒരു ലൈറ്റ് വരുന്നുണ്ട്, ആ ലൈറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, നിങ്ങൾ ഇരുട്ടത്താണുള്ളത്. ആ ഒരു ലൈറ്റ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ കണ്ണ് തുറന്നു നോക്കുക, എന്നാലും മാത്രമേ നിങ്ങൾക്ക് ആ ഒരു മാജിക് എന്താണെന്നുള്ളത് കാണാൻ പറ്റൂ. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ലൈഫിലൊരു മാജിക്കലായ എന്തോ ഒരു ചേഞ്ച് വരുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്കത് കാണാൻ പറ്റുന്നില്ല. കാരണം നിങ്ങൾ തന്നെയാണ് ആ ഒരു ചേഞ്ച് നിങ്ങളിലേക്ക് വരുന്നതിന് നിങ്ങൾ തന്നെയാണ് ബ്ലോക്കായിട്ട് നിൽക്കുന്നത്. കാരണം നിങ്ങളുടെ ഇപ്പോഴുള്ള ഓവർ തിങ്കിങ്, നിങ്ങളുടെ ഇപ്പോഴുള്ള സ്റ്റെക്നെസ്, ആ ഒരു കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ തന്നെ ബ്ലോക്കാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അതാണ് പറയുന്നത് കണ്ണ് തുറന്നൊന്ന് നോക്കാൻ. ഇവിടെ പറയുന്നത് യു ആർ എ പാർട്ട് ഓഫ് നേച്ചർ. മീൻസ് ഞാൻ പറഞ്ഞു നിങ്ങൾ നേച്ചറുമായിട്ട് എന്തോ ഒരു കണക്ഷൻ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അത് തന്നെയാണ് ഈ ഒരു കാർഡിലും കാണാൻ പറ്റുന്നത്. പക്ഷേ നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളൊന്ന് കണ്ണ് തുറന്നൊന്ന് നോക്കുക, നിങ്ങളെ സെൻസ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഏഞ്ചൽസ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന മെസ്സേജസ് എന്ന് പറയുന്നത്. നമുക്ക് ഡെക്കിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം.
ഉം, നേരത്തെ ഏഞ്ചൽസിൻ്റെ മെസ്സേജ് വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ടിൻ ഫ്ലെയിം കണക്ഷൻ ആണ്, അല്ലെങ്കിൽ സോൾമേറ്റ് ആണ്. ഇവിടെ ടിൻ ഫ്ലെയിം കണക്ഷൻ ആണ് ഒരു 90% എനിക്ക് കാണാൻ പറ്റുന്നത്. കൂടുതലും ടിൻ ഫ്ലെയിംസ് ആണ് ഈ വീഡിയോ കാണുന്നതെന്ന് തോന്നുന്നു. ഇവിടെ 2 ഓഫ് കപ്സും വന്നിട്ടുണ്ട്, 4 ഓഫ് വോൺസും വന്നിട്ടുണ്ട്. രണ്ടും കാണിക്കുന്നത് ഒരു ടിൻ ഫ്ലെയിം ജേർണിയാണ് രണ്ടും കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ സെപ്പറേഷൻ എന്ന് പറയുന്നത് മസ്റ്റാണ്. കാരണം ഈ ഒരു റിലേഷൻ വരുന്നത് തന്നെ നിങ്ങളെ ഒരുപാട് ലെസൺസ് പഠിപ്പിക്കാനും നിങ്ങളുടെ എക്സിസ്റ്റൻസ് എന്താണോ, നിങ്ങളുടെ അസ്തിത്വം എന്താണോ അവിടെ കണക്ട് ചെയ്യാനും വേണ്ടിയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് വരുന്നത്. ആ ഒരു സെപ്പറേഷനാണ് ഇപ്പം നിങ്ങളിൽ നടക്കുന്നത്. ഇവിടെ ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു സെൽഫ് റിയലൈസേഷൻ ചെയ്യാനുള്ള ഒരു ടൈമാണ്. അപ്പം അതിലൂടെയാണ് നിങ്ങൾ ഈ പേഴ്സണുമായിട്ട് റീയൂണിയൻ ആവുന്നത്. നിങ്ങൾ എപ്പോഴാണോ ആ പ്യൂരിറ്റിയിൽ എത്തുന്നത്, ഇവിടെ പ്യൂരിറ്റീൻ്റെ ആ ഒരു കാർഡും വന്നിട്ടുണ്ട്. അതായത് നിങ്ങളുടെ സോളിൻ്റെ പ്യൂരിറ്റി നടക്കണം. നേരത്തെ ഞാൻ വായിച്ചിരുന്നു ഏഞ്ചൽസിൻ്റെ കാർഡ്, അതിലൊരു പ്യൂരിറ്റീൻ്റെ കാർഡ് വന്നിട്ടുണ്ടായിരുന്നു. ഏഞ്ചൽസ് മെസ്സേജ് തരുന്നു ആ ഒരു ഹാർട്ട് ചക്ര ഓപ്പൺ ആക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ബ്ലോക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഹാർട്ട് ചക്ര. അപ്പോൾ ആ ഒരു മെസ്സേജ് തന്നെയാണ് എനിക്ക് ഇവിടെയും കിട്ടുന്നത്. നിങ്ങളുടെ സോളിൻ്റെ പ്യൂരിറ്റി, ആ പ്യൂരിറ്റിയിൽ എത്തുമ്പോഴാണ്, അതിൻ്റെ ആ ഒരു എക്സിസ്റ്റൻസ് എന്താണോ അതിലോട്ട് എത്തുമ്പോഴാണ് നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ റീയൂണിയൻ ആവുന്നത്. റീയൂണിയൻ ആവണമെങ്കിൽ പക്ഷേ കുറച്ച് ഡിലേ ആണ്. കാരണം എന്ന് വെച്ചാൽ ടിൻ ഫ്ലെയിം റിലേഷൻ എന്ന് പറയുന്നത് അങ്ങനെയാണ്. കാരണം നിങ്ങളുടെ റിയാലിറ്റി എന്താണോ, നിങ്ങളുടെ അസ്തിത്വം എന്താണോ അതിലോട്ട് കണക്റ്റ് ആവാൻ വേണ്ടിയാണ് ഈ ഒരു റിലേഷൻ നിങ്ങളിലേക്ക് വരുന്നത് തന്നെ. പക്ഷേ ഇവിടെ ഒരു നെഗറ്റീവ് എനർജി കാണുന്നുണ്ട്. പക്ഷേ ആ ഒരു നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ തന്നെ മൈൻഡാണ് ഇവിടെ നെഗറ്റീവ് എനർജി ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഞാൻ നേരത്തെ ഏഞ്ചൽസിൻ്റെ കാർഡ് വായിച്ചപ്പോൾ പറഞ്ഞു നിങ്ങളിൽ വർക്ക് ആവുന്നത് മൈൻഡാണ്. ആ മൈൻഡ് വെച്ചാണ് നിങ്ങൾ ജഡ്ജ് ചെയ്യുന്നത്, അതായത് നിങ്ങൾ വിലയിരുത്തുന്നത് പല കാര്യങ്ങളും. അതായത് റിട്ടൺ നോളജ് വെച്ചാണ് നിങ്ങൾ പല കാര്യങ്ങളും വിലയിരുത്തുന്നത്. മറിച്ച് ആ വിസ്ഡത്തിലോട്ടാണ് പോവേണ്ടത്. അത് തന്നെയാണ് ഈ ഒരു മെസ്സേജിൽ എനിക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള ആ വിസ്ഡം അവിടെയാണ് കണക്റ്റ് ആവേണ്ടത്. അവിടെ കണക്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അസ്തിത്വമായിട്ട് കണക്റ്റാണ് അവിടെ ആകുന്നത്. അപ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ റീയൂണിയൻ ഉണ്ടാവുന്നത്. പക്ഷേ ഒരു റീയൂണിയൻ എന്നതിലുപരി ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ കൊണ്ടുപോകുന്നത് നിങ്ങളുടെ അസ്തിത്വത്തിലേക്കാണ്. ആ ഒരു റിയാലിറ്റിയുമായി നിങ്ങൾ കണക്റ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും ട്രൂത്ത് എന്താണെന്നുള്ളത് മനസ്സിലാകും. പിന്നെ ഇവിടെ സെപ്പറേഷൻ ആയാലും ഇത് നിങ്ങളുടെ മായയാണ്. അതായത് നിങ്ങളുടെ മൈൻഡിൽ തോന്നുന്ന ഒരു മായയാണ് ഈ സെപ്പറേഷൻ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും. അതാണ് ശരിയായ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്. ആ തിരിച്ചറിവിലേക്കാണ് നിങ്ങൾ എത്തേണ്ടത്. ഇവിടെ ഒരു ഡ്യുവാലിറ്റിയാണ് വർക്കായിട്ട് കാണുന്നത്. ഡ്യുവാലിറ്റിയിലാണ് നിങ്ങളുള്ളത്. നിങ്ങൾ എത്തേണ്ടത് വണ്ണസിലാണ്. ആ വണ്ണസിൽ കണക്റ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇവിടെ ടെമ്പറൻസ് കാർഡ് കണ്ടാൽ മനസ്സിലാകും. ഇവിടെ ടെമ്പറൻസ് കാർഡും വന്നിട്ടുണ്ട്. അപ്പം ആ ഒരു ബാലൻസ് തന്നെയാണ് പറയുന്നത്. ഇവിടെ ആ ഒരു ആൽക്കമി നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ആ ഒരു ഏഞ്ചലിൻ്റെ കയ്യിൽ 2 കപ്സ് ഉണ്ട്. ആ കപ്സിൽ ഒരു ആൽക്കമിയാണ് അവിടെ നടക്കുന്നത്. ആ ഒരു ആൽക്കമി നിങ്ങളുടെ ഉള്ളിൽ നടക്കണം. അതായത് നിങ്ങളുടെ ഇന്നർ ഫെമിനൈൻ മസ്കുലൈൻ എനർജി തമ്മിലൊരു ബാലൻസ് ആകണം. അതായത് നമ്മുടെ ഉള്ളിൽ തന്നെ ശിവനും ശക്തിയും ഉണ്ട്. ഈ 2 എനർജിയും തമ്മിലൊരു ബാലൻസിങ് വരണം. ആ ബാലൻസ് വരുമ്പോഴാണ് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ശക്തിയും ശിവനും തമ്മിലുള്ള മേർജിങ് നടക്കുന്നത്. ആ ഒരു മേർജിങ് നടക്കുമ്പോഴാണ് നിങ്ങളുടെ ഉള്ളിൽ ആദ്യം ആ ഒരു മേർജിങ് നടക്കണം. എന്നാൽ മാത്രമാണ് പുറത്തുള്ള റിയാലിറ്റിയിലുള്ള നിങ്ങളുടെ പേഴ്സണായിട്ട്, നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമുമായിട്ടുള്ള ആ ഒരു മേർജിങ് അവിടെ നടക്കൂ. അപ്പോഴാണ് ആ ഒരു റീയൂണിയൻ അവിടെ നടക്കൂ. ആദ്യം നടക്കേണ്ടത് നിങ്ങളുടെ ഉള്ളിൽ എനർജറ്റിക്കലി നടക്കേണ്ട യൂണിയനാണ് അത്. എന്നാൽ മാത്രമാണ് പുറത്ത് അതിൻ്റെ റിഫ്ലക്ഷൻ കാണൂ, നിങ്ങളിൽ ആ ഒരു റീയൂണിയൻ ഉണ്ടാവും. ഇവിടെ 2 പേർക്കും ഈഗോ ആണ് വർക്കൗട്ടായിട്ട് കാണുന്നത്. ആ ഒരു ഈഗോ ഡെത്ത് സംഭവിക്കണം. പിന്നെ ഇത് മാനിഫെസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നൊരു ബന്ധമല്ല. കാരണം ഇത് പ്രകൃതിയായിട്ട് തന്നെ വേർപെടുത്തിയ ഒരു ബന്ധമാണ്. കാരണം ആ ഒരു പ്രകൃതിക്ക് ഇവിടെ ഒരു ഇൻറ്റൻഷൻ ഉണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഇൻറ്റൻഷൻ പ്രകൃതിക്കുണ്ട്. അതുകൊണ്ട് തന്നെ പ്രകൃതി തന്നെ തീരുമാനിക്കും നിങ്ങളെപ്പോൾ റീയൂണിയൻ ആവണം എന്നുള്ളത്. നിങ്ങളുടെ ഇന്നർ ഫെമിനൈൻ മസ്കുലൈൻ എനർജി മേർജ് ചെയ്താൽ മാത്രമേ ഈ ഒരു റിലേഷൻഷിപ്പിൽ റീയൂണിയൻ നടക്കൂ. പക്ഷേ ഇത് ഡെസ്റ്റിനിയിലുള്ളതാണ്. നിങ്ങൾ തമ്മിലുള്ള സോൾ കണക്ഷൻ അത്രയും വലിയൊരു കണക്ഷനാണ്. അതായത് ശക്തി എന്ന് പറയുന്നത് നമ്മുടെ നട്ടെല്ലിൻ്റെ അടിഭാഗത്ത്
കുണ്ടലിനി രൂപത്തിലാണ് ശക്തി ഉണ്ടാവുക. ഈ ശക്തി അവിടെ നിന്ന് ഉണർന്ന് നമ്മുടെ മൂർധാവിലെ ക്രോൺ ചക്രയിലെ ശിവനിലേക്ക് എത്തണം. ഓരോ ചക്രകൾ കടന്നും ഈ റൂട്ട് ചക്രയിൽ കിടക്കുന്ന ഈ ശക്തി മുകളിലേക്ക് കയറി കയറി ഓരോ ചക്രകൾ കടന്നും നമ്മുടെ ക്രോൺ ചക്രയിൽ പോയിട്ട് ഈ ശിവനുമായിട്ട് മേർജ് ചെയ്യണം. ഈ ശിവയുമായിട്ട് മേർജ് ചെയ്യുമ്പോഴാണ് ആ ഇന്നർ ഫെമിനൈൻ മസ്കുലൈൻ എനർജി അവിടെ യൂണിയൻ ആവുന്നത്. ആ യൂണിയൻ ആയി കഴിയുമ്പോഴാണ് നിങ്ങളുടെ പുറത്തുള്ള പാർട്ട്ണറുമായിട്ട്, നിങ്ങളുടെ പുറത്തുള്ള മസ്കുലൈൻ അല്ലെങ്കിൽ നിങ്ങളുടെ പുറത്തുള്ള ഫെമിനൈൻ ആരാണോ അത് നിങ്ങളുടെ ജെൻഡർ ബേസിൽ ആരാന്ന് വെച്ചാൽ എടുക്കാം. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണുന്നുണ്ട്. അതായത് നിങ്ങൾ രണ്ടുപേർക്കും ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ ആ ഓപ്ഷൻസ് ഒന്നും ചൂസ് ചെയ്യാൻ പറ്റില്ല. 1-2 ദിവസം അല്ലെങ്കിൽ മാക്സിമം 2 ആഴ്ച അങ്ങനെയൊക്കെ ആ ഒരു റിലേഷൻ പോകുന്നുള്ളൂ. പിന്നെ ഈ വ്യക്തിയിൽ തന്നെയായിരിക്കും തിരിച്ചെത്തുക. അത് രണ്ടുപേരുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ സൺഗാർഡ് വന്നിട്ടുണ്ട്. ഇവിടെ 4 ഓഫ് വോൺസിൽ തന്നെ അവിടെ ടച്ച് ചെയ്തിട്ട് തന്നെ സൺഗാർഡും ഉണ്ട്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്ന് പറയുന്നത് ഒരു വെളിച്ചം വരാനുണ്ട്. നിങ്ങളൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റിലേക്ക് അല്ലെങ്കിൽ ഒരു മാരേജിലേക്ക് വരും. പിന്നെ ഈ വ്യക്തി വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ 10 ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത്. അതായത് ഈ വ്യക്തിയുടെ ഒരു തോട്ട് എന്ന് പറയുന്നത്, നിങ്ങൾ എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ ഫുള്ളി ഇമോഷണലി ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന ഒരാൾ. ഇവിടെ 10 കപ്സും നിങ്ങൾക്കുള്ളതാണ്. ഒരു കപ്സ് പോലും പോയിട്ടില്ല. എല്ലാം നിങ്ങൾക്കുള്ള കപ്സ് ആണ്. പിന്നെ ഇവിടെ 2 ഓഫ് കപ്സ് കാണാം. ഒരു ഹീലിംഗ് ആണ് നടക്കുന്നത്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ തരത്തിലുള്ള ഫീലിങ്സ് ആണ് ഷെയർ ചെയ്യുന്നത്. അവിടെ ഒരു ഹീലിംഗ് നടക്കുന്നുണ്ട്. നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാകും. അതൊരു ഹീലിംഗ് റിലേഷൻഷിപ്പാണ്. ഈ ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്ന ഒരു ഹീലിംഗ് ചെയ്യാനുള്ള റിലേഷൻഷിപ്പാണ്. പിന്നെ ഇവിടെ ഹൈ പ്രീസ്റ്റസ് കാർഡ് വന്നിട്ടുണ്ട്, മെജീഷ്യൻ കാർഡ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ ഫെമിനൈൻ ആണെങ്കിൽ ഇവിടെ ഫെമിനൈൻ അവൈക്കണിങ് ആണെന്ന് കാണാൻ പറ്റുന്നുണ്ട്. അതായത് നിങ്ങൾ ഫെമിനൈൻ ആണെങ്കിൽ നിങ്ങൾക്ക് 2 ലോകം, അതായത് ഈ ഒരു മാട്രിക്സിൽ, അതായത് ഈ ഒരു മെറ്റീരിയൽ വേൾഡിലും പിന്നെ സ്പിരിച്വൽ വേൾഡിലും 2 കാര്യത്തിലും നിങ്ങൾക്ക് ബാലൻസ് ചെയ്തിട്ട് ജീവിക്കാൻ പറ്റും. കാരണം രണ്ടിടത്തും ആ ഒരു ടച്ച് നിങ്ങൾക്കുണ്ട്. നോർമലി എല്ലാവർക്കും എന്ന് പറയുന്നത് ഈ ഒരു ഫിസിക്കൽ റെലവായിട്ട് മാത്രമേ ടച്ച് ഉണ്ടാവൂ. പക്ഷെ നിങ്ങൾക്ക് എന്ന് പറയുന്നത് 2 റെലവായിട്ടും നിങ്ങൾക്ക് ടച്ച് ഉണ്ട്. ഫിസിക്കൽ റെലായിട്ടും സ്പിരിച്വൽ റെലായിട്ടും. അവിടെ രണ്ടും ബാലൻസ് ചെയ്യാനുള്ള കഴിവും നിങ്ങൾക്കുണ്ട്. അതായത് നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും തമ്മിൽ അതായത് നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും തമ്മിലുള്ള ആ ഒരു ബാലൻസ് നിങ്ങൾക്ക് ചെയ്യാൻ അറിയാം. അത് നിങ്ങൾക്ക് ചെയ്യാൻ അറിയാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ഒരു കഴിവുണ്ട്. അതാണ് പറയുന്നത് നിങ്ങൾ ആ ഒരു വിശുദ്ധമായിട്ട് ടച്ച് ആവണം എന്നുള്ളത്. എന്നാൽ ഈ ഒരു കാര്യം നിങ്ങൾക്ക് വരും. പിന്നെ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. പക്ഷേ ഈ ഒരു ബന്ധം മാനിഫെസ്റ്റ് ചെയ്ത് കൊണ്ടുവരേണ്ട ബന്ധമല്ല. ഇതിനാരും മാനിഫെസ്റ്റ് ചെയ്യേണ്ട. ഇത് ടൈമിന് ആ ഒരു ഡിവൈൻ ടൈം ആകുമ്പോൾ തന്നെ ഇത് നടക്കുന്നതായിരിക്കും. പിന്നെ ഇവിടെ എംബ്രർ കാർഡ് വന്നിട്ടുണ്ട്. ആള് ഭയങ്കര ഈഗോ ആണ്. ഞാൻ പറയാതെ തന്നെ അറിയാം നിങ്ങൾക്ക് എംബ്രർ കാർഡ് വന്നാൽ. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് എൻ്റെ വീഡിയോയിൽ. എപ്പോഴും എനിക്ക് കിട്ടുന്ന കാർഡുമാണിത്. അപ്പോൾ ഒരു ഭയങ്കര ഈഗോ ആണ്. രാജാവിനെ പോലെയാണ് വിചാരം. ഒട്ടും താണു തരൂല. അങ്ങനെയൊക്കെയുള്ളൊരു ക്യാരക്ടറാണ് ഈ എംബ്രർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാനതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നില്ല. പിന്നെ 2 ആൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പോസസീവ് ഉണ്ട്. 2 ആളും ഭയങ്കര പോസസീവാണ് നിങ്ങളുടെ 2 ആളുടെയും കാര്യത്തിൽ. മറ്റാരോടും മിണ്ടുന്നത് ഇഷ്ടമായിരിക്കില്ല. കൂടുതൽ ആരോടും സംസാരിക്കുന്നത് ഇഷ്ടമായിരിക്കില്ല. എപ്പോഴും എൻ്റേതെന്ന് പറഞ്ഞ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി പോലെ ഇങ്ങനെ കൊണ്ട് നടക്കണം 2 പേർക്കും. അങ്ങനെ ഒരു ഇതാണ് ഇവിടെ കാണുന്നത്. ഇപ്പോഴും ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഇപ്പോഴും നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള ആ സ്നേഹമുണ്ടോ, നിങ്ങളുണ്ടോ എന്നുള്ളതായിരുന്നു. ഡെഫിനറ്റ്ലി ഉണ്ട് എന്നാണ് ഇതിൻ്റെ ആൻസർ. കാരണം നിങ്ങൾ 2 പേരും ഒരു ആത്മാവിൻ്റെ 2 പാതികളാണ്. എന്നാൽ മാത്രമേ ആ കംപ്ലീഷൻ ഉള്ളൂ. അല്ലെങ്കിൽ ആ ഒരു മിസ്സിങ് ഫീൽ എപ്പോഴും ഉണ്ടാവും. അപ്പം ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ ഡെഫിനറ്റ്ലി നിങ്ങളുണ്ട്. അത് എത്ര കാലം കഴിഞ്ഞാലും അത് അവിടെ തന്നെ ഉണ്ടാവും. അതിലൊരു മാറ്റവും ഉണ്ടാവില്ല. എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും എത്ര ജന്മങ്ങൾ കഴിഞ്ഞാലും അത് അവിടെ തന്നെ ഉണ്ടാവും. കാരണം നിങ്ങൾ 2 പേരും ഒരേ സോളാണ് ഷെയർ ചെയ്യുന്നത്. അതായത് ഒരു സോളിന് തന്നെ 2 പാർട്ട് ഉണ്ട്. ഒരു സോളിൻ്റെ ഒരു പാർട്ട് വലതുഭാഗം എന്ന് പറയുന്നത് മസ്കുലൈൻ ആണ്, ഇടതുഭാഗം എന്ന് പറയുന്നത് ഫെമിനൈൻ ആണ്. ഒരു ലാസ്റ്റ് ബർത്ത് ഒക്കെ ആകുമ്പോൾ സോള് ജനിക്കുമ്പം ഈ 2 ഭാഗവും സെപ്പറേറ്റ് ആകും. എന്നിട്ട് 2 ബോഡിയിൽ ജനിക്കും. ഒരേ ആത്മാവ് ഷെയർ ചെയ്യുന്ന 2 ബോഡിയാണ് നിങ്ങൾ 2 പേരെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ ഒരു കണക്ഷൻ അതുപോലെ നിൽക്കും. എത്ര ജന്മങ്ങൾ കഴിഞ്ഞാലും ഈ ഒരു കണക്ഷൻ അതുപോലെ നിൽക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.